സോ ഇതിൽ പേജിങ്ങിൽ വരുന്ന പ്രോബ്ലമാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ലോജിക്കൽ അഡ്രസ് സ്പേസിൻ്റെ നമ്പർ ഓഫ് ബിറ്റ്സ് എത്രയാണ് റിക്വയർ ചെയ്യുന്നത്, അതേപോലെ ലോജിക്കൽ അഡ്രസ് സ്പേസിൻ്റെ സൈസ് എത്രയാണ്, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് വരിക. അപ്പോൾ ഇതിന് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് നമുക്ക് 2 ടൈപ്സ് ഓഫ് അഡ്രസ്സസ് ഉണ്ട്, ലോജിക്കൽ അഡ്രസ്സും ഫിസിക്കൽ അഡ്രസ്സും. സോ ലോജിക്കൽ അഡ്രസ്സ് LA, ഇത് PA. അപ്പോൾ ലോജിക്കൽ അഡ്രസ്സിൽ നമ്മൾ യൂസ് ചെയ്യണത് പേജസ് ആണ്, അതേപോലെ ഫിസിക്കൽ അഡ്രസ്സിൽ നമ്മൾ യൂസ് ചെയ്യണത് ഫ്രെയിംസ് ആണ്. അപ്പോൾ ഇവിടെ ഒരു കോമൺ ആയിട്ട് വരുന്നത് എന്താണെന്ന് വെച്ചാൽ പേജിൻ്റെ സൈസ് ഈക്വൽ ടു എന്തായിരിക്കും, ഫ്രെയിം സൈസ് ആയിരിക്കും. ആൻഡ് നമുക്കൊരു ലോജിക്കൽ അഡ്രസ്സിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ നമ്മളത് നമ്പർ ഓഫ് പേജസ് ഇൻറ്റു പേജ് സൈസ്, ഒരു പേജിൻ്റെ സൈസ് ഇൻറ്റു നമ്പർ ഓഫ് പേജ് സൈസ് കൂടിയതാണ് ഒരു ലോജിക്കൽ അഡ്രസ്സിൻ്റെ ഫുൾ സ്പേസ് എന്ന് പറഞ്ഞു. അതേപോലെ ഫിസിക്കൽ അഡ്രസ്സിൻ്റെ സ്പേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് പേജസ് നമ്പർ ഓഫ് ഫ്രെയിംസ് ഇൻറ്റു ഫ്രെയിം സൈസ്. ഇതാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം. പിന്നെ ഇവിടെ നമ്മൾ ലോജിക്കൽ അഡ്രസ്സിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ 2m ആയിട്ടും ഫിസിക്കൽ അഡ്രസ്സിൻ്റെ സ്പേസ് നമ്മൾ 2x ആയിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലത്തെ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, ഓക്കെ, ഇത് തന്നെ ചെയ്ത് നോക്കാം. ഇവിടെ ഉള്ള ക്വസ്റ്റ്യൻ, അതായത് നമുക്ക് ലോജിക്കൽ അഡ്രസ് സ്പേസ് തന്നിട്ടുണ്ട് 256 പേജസ് ആണെന്നുള്ളത്, ഒരു പേജിൻ്റെ സൈസ് 4 KB ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഫിസിക്കൽ മെമ്മറി 64 ഫ്രെയിംസിലേക്കാണ് അത് മാപ്പ് ചെയ്യണത്, അതായത് ലോജിക്കൽ അഡ്രസ്സും ഫിസിക്കൽ അഡ്രസ്സും. സോ ലോജിക്കൽ അഡ്രസ്സ് സ്പേസ് എന്ന് പറഞ്ഞാൽ 25 പേജസ് ആണ്, അതായത് നമ്പർ ഓഫ് പേജസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 256 ആണ്. അതേപോലെ പേജിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ അതിലത്തെ ഒരു പേജിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ 4 KB ആണ്. ഓക്കെ, ഫിസിക്കൽ അഡ്രസ്സിൻ്റെ സ്പേസ് നമ്പർ ഓഫ് ഫ്രെയിംസ് അവർ തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് ഫ്രെയിംസ് തന്നിട്ടുണ്ട്, അതായത് 64 ആണ്. ഓക്കെ, അപ്പോൾ ഇതിന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ചോദിച്ചിരിക്കുന്നത് ഹൗ മെനി ബിറ്റ്സ് ആർ റിക്വയർഡ് ഇൻ ലോജിക്കൽ അഡ്രസ്, ഹൗ മെനി ബിറ്റ്സ് ആർ റിക്വയർഡ് ഇൻ ഫിസിക്കൽ അഡ്രസ്, എത്ര ബിറ്റ്സ് വെച്ചിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്ന. അപ്പോൾ ഇതിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, സോ ഇതിലിപ്പോൾ നമുക്ക് നമ്പർ ഓഫ് പേജസും പേജ് സൈസും ഉണ്ടല്ലോ, അപ്പോൾ നമുക്കതൊന്ന് ലോജിക്കൽ അഡ്രസ്സിൻ്റെ ഫുൾ സൈസ് എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ. അതിനാണ് നമ്മുടെ ഇവിടുത്തെ ഫോർമുല, നമ്പർ ഓഫ് പേജസ് ഇൻറ്റു പേജ് സൈസ്. ഓക്കെ, സോ 256 ഇൻറ്റു 4 KB ആണ് വരിക. ഓക്കെ, 256 ഇൻറ്റു 4 KB. അപ്പോൾ 256 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2⁸ ആണ്, ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ 2⁻² ആണ്. 4 KB അല്ലേ തന്നിരിക്കുന്നത്, അതിനെ ബൈറ്റിലേക്ക് മാറ്റണം. അപ്പോൾ ബൈറ്റിലേക്ക് മാറ്റണമെങ്കിൽ 1 KB എന്ന് പറഞ്ഞാൽ 1024 ബൈറ്റ്സ് ആണ്. അപ്പോൾ 1024 എന്ന് പറഞ്ഞാൽ എന്താ, 2⁻10 ആണ്. ഓക്കെ, അപ്പോൾ 4 KBനെ ഞാൻ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യണേ, 2⁸, ഇത് നമ്പർ ഓഫ് പേജസ് ആണ്, ഇൻറ്റു 2⁻12 ആണ്. ഓക്കെ, സോ ഇത് മൊത്തം എത്ര വരും, 2⁻20 വരും. സോ 2⁻20 ആണ് ലോജിക്കൽ അഡ്രസ്സിൻ്റെ സൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ലോജിക്കൽ അഡ്രസ്സിന് 2⁻20 എത്രയാണോ വാല്യൂ വരുന്നത് അത്രയാണ് ലോജിക്കൽ അഡ്രസ് സ്പേസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ ലോജിക്കൽ അഡ്രസ് സ്പേസിന് റെപ്രസെൻറ്റ് ചെയ്യാൻ എനിക്ക് എത്ര ബിറ്റ് വേണം, 20 ബിറ്റ്സ് വേണം. സോ അതാണ് ആൻസർ, അതാണ് ഇവിടെ തന്നിരിക്കുന്നത്, 20 ബിറ്റ്സ്. 12 + 8 എന്ന് പറയുന്നത് 20 ബിറ്റ്സ്. ഓക്കെ, ഇതാണ് ലോജിക്കൽ അഡ്രസ്സ്. ഇതേപോലെ ഫിസിക്കൽ അഡ്രസ്സ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്, ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് എന്ത്, നമ്പർ ഓഫ് ഫ്രെയിംസ് തന്നിട്ടുണ്ട് 64 ആണെന്ന്. ആൻഡ് നമ്മളിവിടെ ഒരു കാര്യം പറഞ്ഞു, പേജ് സൈസ് ഇസ് ഈക്വൽ ടു ഫ്രെയിം സൈസ്. അപ്പോൾ പേജ് സൈസ് എത്രയാണ്, 4 KB ആണ്. അപ്പോൾ ഫ്രെയിം സൈസ് എത്രയാണ് വരിക, 4 KB ആണ് വരിക. സോ 4 KB എന്ന് പറഞ്ഞാൽ എത്രയായിട്ട് നമ്മളിവിടെ കണ്ടുപിടിച്ചു, 2⁻12 ആണ്. അപ്പോൾ ഫിസിക്കൽ അഡ്രസ്സിൻ്റെ സൈസ് എത്രയാണ് വരിക, നമ്പർ ഓഫ് ഫ്രെയിംസ്, അതായത് 64 എന്ന് പറഞ്ഞാൽ 2⁻6 ആണ്. 2⁻6 ഇൻറ്റു 2⁻12. സോ 2⁻6 ഇൻറ്റു 2⁻12 എന്ന് പറഞ്ഞാൽ 2⁻18. ഓക്കെ, സോ 2⁻18 ആണ് ഫിസിക്കൽ അഡ്രസ്സിൻ്റെ മൊത്തം സ്പേസ് എന്ന് പറഞ്ഞാൽ. അതിൽ എത്ര ബിറ്റ് വേണം എനിക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ, 18 ബിറ്റ്. അതാണ് ഇവിടെ തന്നിരിക്കുന്ന ഈ 18 എന്ന് പറയുന്നത്.
ഓക്കെ. സോ ഈ ഒരു കാൽക്കുലേഷൻ അറിഞ്ഞിട്ടുണ്ടാവണം. ആൻഡ് ഇവിടെ നമുക്ക് പേജ് സൈസ് 4 KB അല്ലേ തന്നിരിക്കുന്നത്. അപ്പോൾ കിലോ ബൈറ്റിൽ വരുമ്പോൾ ആണ് നമ്മൾ ബൈറ്റിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടത്. അല്ലാതെ ബൈറ്റ്സിലാണ് തന്നിരിക്കുന്നത്, വേർഡിലാണ് തന്നിരിക്കുന്നതെങ്കിൽ അതിനെ അതേപോലെ തന്നെ ചെയ്താൽ മതി. KB തന്നാൽ മാത്രം അതിനൊന്ന് കൺവേർട്ട് ചെയ്തിട്ട് ചെയ്യാം. ഇനി ഇതിൽ ഒരു പ്രോബ്ലം കൂടി ഉണ്ട്, അതും കൂടി നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ പറഞ്ഞ മാതിരി ഫിസിക്കൽ അഡ്രസ്സും ലോജിക്കൽ അഡ്രസ്സും. ഓക്കെ, ഫിസിക്കൽ അഡ്രസ്സ് ആൻഡ് ലോജിക്കൽ അഡ്രസ്സ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആണ്. 64 പേജസ് ഉണ്ട്, 1024 വേർഡ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്പർ ഓഫ് പേജസ് തന്നു നമുക്ക് 64 ആയിട്ട്. ആൻഡ് സൈസ്, പേജിൻ്റെ സൈസ് നമുക്ക് തന്നിട്ടുണ്ട് എത്ര, 1024 വേർഡ്സ് ആയിട്ട്. അപ്പോൾ നമ്മൾ അതിനെ ബൈറ്റ്സിലേക്കൊന്നും കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, അത് അതുപോലെ തന്നെ എടുത്തിട്ട് ചെയ്യാം. കിലോ ബൈറ്റ്സിലാണെങ്കിൽ നമ്മളതിനെ ബൈറ്റിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. എബവ് ആണെങ്കിൽ വേണ്ട. ഓക്കെ. ആൻഡ് ഫിസിക്കൽ മെമ്മറി ഓഫ് 32 ഫ്രെയിംസ്. അപ്പോൾ ഇവിടുത്തെ ഫ്രെയിം നമ്പർ നമുക്ക് തന്നിട്ടുണ്ട്, എത്ര, 32 ആണെന്ന്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ, ലോജിക്കൽ അഡ്രസ്സിൻ്റെ ബിറ്റ്സ് എത്രയാണ്, ഫിസിക്കൽ അഡ്രസ്സിൻ്റെ ബിറ്റ്സ് എത്രയാണ്. ഓക്കെ, അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എന്താ, സോറി, ഇത് ലോജിക്കൽ അഡ്രസ്സും ഇത് ഫിസിക്കൽ അഡ്രസ്സുമാണ്. അപ്പോൾ PAൻ്റെ സൈസ്, സോറി, LAൻ്റെ സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് പേജസ് എത്രയാണ്, 64 ഇൻറ്റു പേജ് സൈസ് എത്രയാണ്, 1024. 64 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2⁶ ആണ്, ഇൻറ്റു 2⁻10. അപ്പോൾ എത്രയാണ്, 2�16. ഓക്കെ, ദിസ് ഈസ് ദി ലോജിക്കൽ അഡ്രസ് സ്പേസ്. അതിലത്തെ ബിറ്റ് എത്ര വേണം, 16 ബിറ്റ്. അതാണ് ഇവിടെ തന്നിരിക്കുന്നത്, 16 ബിറ്റ്. അതേപോലെ ഫ്രെയിംസിൻ്റെ നമ്പർ നമുക്കറിയാം. ഓക്കെ, ആൻഡ് പേജ് സൈസും ഫ്രെയിം സൈസും എന്താണ്, ഈക്വൽ ആണ്. അപ്പോൾ 1024 തന്നെയാണ്. അപ്പോൾ PA സൈസ് എന്ന് പറഞ്ഞാൽ എത്രയാ, നമ്പർ ഓഫ് ഫ്രെയിംസ് എന്ന് പറഞ്ഞാൽ 32 ഇൻറ്റു 1024. 32 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 2⁵ ആണ്, ഇൻറ്റു 2⁻10. അപ്പോൾ എത്ര വരിക, 2⁵15. ഇതാണ് ഫിസിക്കൽ അഡ്രസ്സിൻ്റെ ഫുൾ സ്പേസ് എന്ന് പറഞ്ഞാൽ. അതിൽ എത്ര ബിറ്റ് വേണം, 15 ബിറ്റ് വേണം. ഓക്കെ, സോ ഈ പ്രോബ്ലം എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണം.